ഇടക്കൊച്ചിക്ക് ഈ രൂക്ഷമായ അതിതീവ്രമായ വേലിയേറ്റത്തിൽ നിന്നും എങ്ങനെ കരകയറാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇടക്കൊച്ചിയെ ഒന്ന് ചുറ്റി നോക്കുക. തീരപ്രദേശത്തു കൂടി ഒന്ന് ചുറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എവിടെയെല്ലാമാണ് കരിങ്കൽ ഭിത്തികളോ കൽക്കെട്ടുകളോ തകർന്നിരിക്കുന്നത്. അവിടെയെല്ലാം വെള്ളം കയറുന്നുണ്ട്. ഇതാണ് അടിസ്ഥാനമായ കാര്യം. പലയിടത്തും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാം, പലയിടങ്ങളിലും കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പാർശ്വഭിത്തികളുണ്ട്. സ്വകാര്യ വ്യക്തികൾ അവരുടെ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളവ. അവിടെയൊന്നും യാതൊരു തരത്തിലും ഒരു വെള്ളം കടന്നു കയറുന്നുമില്ല. ഇതാണ് അടിസ്ഥാനമായ കാര്യം. ഇത് മനസ്സിലാക്കുക. അവിടം വെച്ച് നമ്മൾ തുടങ്ങുക. അവിടം വെച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുഴയുടെ ഉയരവും. പുഴയ്ക്ക് ഡെപ്ത് ഇല്ലാത്ത കാര്യവും മനസ്സിലാക്കാവുന്നതാണ്. പുഴയ്ക്ക് ഡെപ്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ വെള്ളം ഉയരാൻ കാരണം. അപ്പോൾ പുഴയ്ക്ക് ഡെപ്ത് വരുത്തുക. ഇത് മറ്റൊരു കാര്യമാണ്. ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കലർത്തരുത്. കാരണം ഇപ്പോൾ ഓരോരുത്തരുടെയും വീട്ടിൽ വെള്ളം കയറുമ്പോൾ അവർ ചെയ്യുന്ന അടിസ്ഥാന കാര്യങ്ങൾ ഒരു ചാക്കിൽ മണലെടുത്ത് ഫ്രണ്ടിൽ വെക്കുക. അപ്പോൾ വെള്ളം കയറുന്നില്ല. ഇത് തന്നെയാണ് തീരത്തും ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതായത് പാർശ്വഭിത്തികൾ ഉള്ളിടത്ത് വെള്ളം കയറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കരിങ്കൽ ഭിത്തിയോ അല്ലെങ്കിൽ പാർശ്വഭിത്തികൾ കോൺക്രീറ്റിൻ്റെ വാളോ ഇപ്പോൾ കെട്ടിയാൽ പിന്നീട് അത് ഒരു തീരദേശ റോഡിന് തടസ്സമാകുമോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മളുടെ ജനകീയ സമിതികളും എല്ലാം വരേണ്ടത് ചോദ്യം ചെയ്യുവാനാണ്. ചെയ്തുകൊണ്ടേയിരിക്കണം ഇനിയത്തെ കാലത്ത്. കാരണം ഈ വേമ്പനാട്ട് കായലിൻ്റെ അതിര് കറക്റ്റായിട്ട് ഇപ്പോഴും വ്യക്തമല്ല. കാരണം പലയിടത്തും പുറമ്പോക്കുകളാണ്. ഓരോരുത്തരും അവരാൽ കഴിയും വിധം നികത്തിയെടുത്തിരിക്കുകയാണ് ഈ കായലിൻ്റെ തീരങ്ങളിലെല്ലാം. അപ്പോൾ തീരദേശ റോഡ് എങ്ങനെ വരും? ചിലയിടത്ത് നികത്തിയ സ്ഥലമുണ്ട്, ചിലയിടത്ത് പുഴയുടെ യഥാർത്ഥ വീതിയുമുണ്ട്. അവിടെ നികത്താൻ അല്ലെങ്കിൽ അവിടെ റോഡ് വരുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? CRZ അടിസ്ഥാനത്തിൽ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ അത് തടസ്സം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആദ്യം നിയമം മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ CRZ പരിധിയിൽ നിന്ന് അതിനെ മാറ്റാൻ കഴിയണം. കൂടാതെ വേമ്പനാട്ടുകാരൻ്റെ അതിർത്തി സർവേ ചെയ്ത് അതിർത്തികൾ നിശ്ചയിച്ച് അതിരടയാളം സ്ഥാപിക്കാനുള്ള പ്രവൃത്തിയും സമയബന്ധിതമായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഇത് 2016 ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യം നടന്നില്ല. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് സർവേയറെ ചുമതലപ്പെടുത്തുകയും ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ. കായലിൻ്റെ ഈ പുറമ്പോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അവരുടെ യോഗവും 2016 നടന്നതാണ്. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ എല്ലാം മെല്ലെപ്പോക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട സമിതികളുണ്ട് ജില്ലയിൽ. അവിടെ ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജനപ്രതിനിധികളാണ്. അവർ കാര്യങ്ങൾ പഠിച്ച് അവിടെ ചോദ്യം ചെയ്യണം. അതും നടക്കുന്നില്ല. ജില്ലാ വികസന സമിതി യോഗങ്ങൾ ചേരുമ്പോൾ അവിടെയാണ് ഇതൊക്കെ ഉന്നയിക്കപ്പെടേണ്ടത്. ഈ വേമ്പനാട്ട് കായലിൽ എന്തുകൊണ്ട് ഇതുവരെ അതിർത്തിയുടെ ഒരു സർവേ ചെയ്ത് അതിരുകൾ നിശ്ചയിക്കാത്ത എന്തുകൊണ്ട്? പുറമ്പോക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കാത്ത എന്തുകൊണ്ട്? ഇതൊക്കെ ചെയ്താൽ അതിനോടൊപ്പം തന്നെ തീരദേശ റോഡും വരും. അപ്പോൾ അതുവരെ തീരദേശ റോഡ് ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നൂലാമാലകൾ മറികടന്ന് ചെയ്യുന്നതിനേക്കാൾ ഭേദം ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെങ്കിൽ ഈ മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും ചെയ്യേണ്ട വർക്കുകൾ ചെയ്യട്ടെ. നിലവിലെ അതിരുകളിൽ കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിച്ചാൽ ജനങ്ങൾക്ക് അത്യാവശ്യം അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടും. അപ്പോൾ ഇതാണ് പറയുവാനുള്ളത് ഇക്കാര്യത്തിൽ. ബാക്കി നടക്കട്ടെ. വൻ പ്രൊജക്റ്റുകളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിലുണ്ട്. അവിടെയും സ്റ്റേറ്റ് ഗവൺമെൻറ് സമർപ്പിക്കണ്ടേ? ഒരു കാര്യം പഠിച്ച് സമിതിയെ നിയോഗിച്ചാൽ സമർപ്പിക്കണ്ടേ? അവിടെ തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അത് നടക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമാണ്. വെച്ചാൽ ഹൈബീഡൻ MP പറഞ്ഞത് സ്റ്റേറ്റ് സമർപ്പിക്കേണ്ടതാണ് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ. അവർ സമർപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്യൽ? ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ ചിത്രങ്ങളിലൂടെ ഈ വീഡിയോകളിലൂടെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ നഷ്ടപ്പെട്ടേക്കുന്നത് നമ്മുടെ മണ്ണ് പുഴയിലേക്ക് പോയിരിക്കുകയാണ്. അത് ഭിത്തികളോ പാർശ്വഭിത്തികളോ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. പാർശ്വഭിത്തികളുള്ളിടത്ത് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ഡിമാൻഡ് എപ്പോഴും വേണ്ടത് നമ്മുടെ തീരത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. അതിന് തീരദേശ റോഡ് വരണമെന്നത് നല്ല കാര്യം. പക്ഷേ അതിനുവേണ്ടിയുള്ള മെല്ലെപ്പോക്കിലേക്ക് പോകാതെ ഈ തകർന്നിരിക്കുന്നിടത്ത് കൽഭിത്തികൾ പുനർനിർമ്മിക്കുക തന്നെ വേണം എന്നാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ആർക്കും മനസ്സിലാക്കാം. ഇത് കുറേ ലെങ്തിയുള്ള വീഡിയോ ആണ്. ഇതൊരു ചെറിയൊരു
ഏരിയ മാത്രമാണ്, കിഴക്ക് ഭാഗത്തുള്ളൊരു ഏരിയ മാത്രമാണിത്. ഒരു ദിവസം ഇങ്ങനെ ഇടക്കൊച്ചിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ, എല്ലാവർക്കും ഇടക്കൊച്ചിയെക്കുറിച്ച് അറിയാം. പക്ഷേ ഒരു വഞ്ചിയെടുത്തൊക്കെ ഇറങ്ങുമ്പോൾ ആ കാതറിൻ കോൺവെൻറ്റിൻ്റെ ബാക്ക് വശത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ, ഫിഷ് ഫാമിൻ്റെ ഏരിയയൊക്കെ പോകുമ്പോൾ പുഴ എവിടെയെന്ന് നമ്മൾ ചോദിച്ചു പോകും. പുഴയിലൂടെ പോകുമ്പോൾ പോകാനൊട്ട് കഴിയുകയുമില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. 8.5 കിലോമീറ്റർ 9 കിലോമീറ്ററിനോട് അടുത്തുള്ള ഇടക്കൊച്ചി ഒന്ന് ചുറ്റിക്കറങ്ങുന്നത് ഓരോ ഇടക്കൊച്ചിക്കാരനും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ്. അവർക്ക് മാത്രമല്ല, ഇടക്കൊച്ചിയിലെ ഓരോ തീരപ്രദേശത്ത് കഴിയുന്ന ഓരോരുത്തർക്കും ഓരോന്നും നഷ്ടപ്പെടുകയാണ് ഓരോ ദിവസവും. അതൊക്കെ തിരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ തയ്യാറാവണം. അവരതിനെ പ്രാപ്തരാക്കേണ്ടത് ഉയർന്നു വരുന്ന ഓരോ സമിതികളുമാണ്, ജനകീയ സമിതികളാണ്. പലയിടങ്ങളിലും വീഡിയോ നോക്കിയാൽ കാണാം, പലയിടങ്ങളിലും യാതൊരു സംരക്ഷണ ഭിത്തി പോലുമില്ല. അവിടെ കൂടിയെല്ലാമാണ് ഒരു വെള്ളം അടിച്ച് കയറുകയാണ്. ഇതൊക്കെ ആരോട് പറയാൻ? ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ മേജർ ഇറിഗേഷനും മൈനർ ഇറിഗേഷനും സംയോജിതമായി ഏകോപിപ്പിച്ച് പ്രവർത്തിച്ച് ചെയ്യിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അതൊക്കെ തീരദേശ റോഡ് വരുന്നത് വരെ കാത്തിരിക്കുക എന്നത് വളരെ വലിയൊരു അബദ്ധത്തിലേക്കായിരിക്കും നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുക എന്നത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനിയും കുറേ വീഡിയോസ് ഉണ്ട്, ഇങ്ങനെ ഒന്ന് കറങ്ങിയതിൻ്റെ വീഡിയോസ് ഉണ്ട്. അത് അങ്ങനെ ഒരു വേദിയിൽ അത് പ്രദർശിപ്പിക്കുക അടുത്ത് തന്നെ. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും എളുപ്പം. പശ്ചിമ കൊച്ചിയെ മുഴുവനും ബാധിക്കുന്നതാണ്, പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഇടക്കൊച്ചിയെ ഇത് പൂർണ്ണമായും ബാധിക്കുന്നതാണ് എന്നതാണ് ഇങ്ങനെയുള്ള യാത്രയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ക്ലിയറായിട്ടൊന്ന് കണ്ടു നോക്കുക.